നമസ്കാരം. ബോബി ചെമ്മണ്ണൂരിനെ ജയിലിൽ സന്ദർശിച്ചുവെന്ന ആരോപണത്തിൽ വിശദീകരണവുമായി മധ്യമേഖല ജയിൽ ഡിഐജിപി അജയ് കുമാർ. ബോബി ചെമ്മണ്ണൂരിനെ തനിക്ക് മുൻ പരിചയമുണ്ട്. സൂപ്രണ്ടിന്റെ മുറിയിലേക്ക് ബോബി ചെമ്മണ്ണൂരിനെ വിളിച്ച് സൂപ്രണ്ടിന്റെ സാന്നിധ്യത്തിലാണ് ബോബി ചെമ്മണ്ണൂരിനെ കണ്ടത്. ഒരു പരാതി അന്വേഷിക്കാനായി കാക്കനാട് ജില്ലാ ജയിലിൽ പോയപ്പോഴായിരുന്നു ഇതെന്നും ഡിഐജി വിശദീകരിച്ചു. താൻ ഏതെങ്കിലും തരത്തിലുള്ള നിയമവിരുദ്ധമായ സഹായങ്ങൾ ബോബി ചെമ്മണ്ണൂരിന് നൽകണമെന്ന സൂപ്രണ്ടിനോട് ആവശ്യപ്പെട്ടിട്ടില്ലെന്നും അജയ് കുമാർ വ്യക്തമാക്കി. ബോബി ചെമ്മണ്ണൂരിന്റെ ആരോഗ്യസ്ഥിതി ചോദിച്ച് മനസ്സിലാക്കുക മാത്രമാണ് ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ സമയത്ത് തന്റെ 2 സുഹൃത്തുക്കൾ ജയിലിന് പുറത്തുണ്ടായിരുന്നു. ബാലകൃഷ്ണൻ, അഭിലാഷ് എന്നിങ്ങനെ 2 പേരായിരുന്നു പുറത്തുണ്ടായിരുന്നത്. ഇവരെ അകത്തേക്ക് പ്രവേശിപ്പിക്കണമെന്ന സൂപ്രണ്ടിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഇവരുടെ പേര് രേഖപ്പെടുത്താത്തതിന് പിന്നിലെ കാരണം തനിക്കറിയില്ലെന്നും ഡിഐജി പ്രതികരിച്ചു. ഇവരുടെ പേര് സന്ദർശക രജിസ്റ്ററിൽ രേഖപ്പെടുത്താത്തതിന് ഉത്തരവാദി താനല്ലെന്നുമാണ് ജയിൽ മേധാവിക്ക് നൽകിയ വിശദീകരണത്തിൽ അജയ് കുമാർ പറഞ്ഞത്. വടക്കാഞ്ചേരി സ്വദേശിയായ ബാലകൃഷ്ണൻ ജയിലിലെ പല ഉദ്യോഗസ്ഥരുമായി അടുത്ത ബന്ധമുള്ളയാളാണ്. അതേസമയം അഭിലാഷ് ഒരു വ്യവസായിയുമാണ്. ഇവർ ബോബി ചെമ്മണ്ണൂരിനെ കാണാൻ എത്തിയതാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയാനായി കൂടുതൽ അന്വേഷണം നടത്താനൊരുങ്ങുകയാണ് ജയിൽ വകുപ്പ്. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.